ആരോഗ്യത്തിൻ്റെയും പോഷണത്തിൻ്റെയും ഒരു സിമ്പിളായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ഭക്ഷണമാണ് പാല്. പക്ഷേ ഭൂമിയിൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന മിക്കവാറും എല്ലാ ജീവികളിലും കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പാല് ദഹിപ്പിക്കാനുള്ള കഴിവുള്ളൂ. വളർന്നു കഴിയുമ്പോൾ എല്ലാ ജീവികളുടെയും പാല് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടും. ഇനി മനുഷ്യന്റെ കാര്യം എടുത്താൽ ലോകത്തുള്ള 65% അഡൽട്സിനും പാല് ദഹിപ്പിക്കാനുള്ള കഴിവില്ല. അതായത് ജനിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ പാലിലെ പ്രധാന പോഷണമായ ലാക്ടോസ് ദഹിപ്പിക്കാനുള്ള കഴിവ് 65% ആളുകൾക്കും നഷ്ടപ്പെടും. ചുരുക്കി പറഞ്ഞാൽ അഡൽട്ടായി കഴിഞ്ഞാൽ പാല് ദഹിക്കാതിരിക്കുക എന്നതാണ് പ്രകൃതിയിലുള്ള മിക്കവാറും എല്ലാ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവികളുടെയും രീതി. അതിനൊരു എക്സെപ്ഷൻ ഉള്ളത് വെറും 35% മനുഷ്യരിൽ മാത്രമാണ്. മനുഷ്യ ചരിത്രം നോക്കുകയാണെങ്കിൽ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ വഴിയാണ് ചില മനുഷ്യർക്ക് ഈ കഴിവ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കഴിവ് എല്ലാ മനുഷ്യരിലേക്കും ഇതുവരെ എത്തിയിട്ടില്ല. ഗ്ലോബൽ പോപ്പുലേഷൻ നോക്കിയാൽ പല രാജ്യങ്ങളിലും 85% ആളുകളും ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ്. ഇപ്പം ഇന്ത്യയുടെ കാര്യം തന്നെ എടുത്താൽ സൗത്ത് ഇന്ത്യയിലും ഈസ്റ്റ് ഇന്ത്യയിലും ഉള്ളവർ കൂടുതലും ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ്. എന്നാൽ നോർത്തും വെസ്റ്റും ഇന്ത്യയിൽ പാല് ദഹിപ്പിക്കാനുള്ള കഴിവുള്ള അഡൽസിനെ കൂടുതലായിട്ട് കാണാൻ കഴിയും. എന്താണ് ലാക്ടോസ് ഇൻടോളറൻസ്? നമുക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? മനുഷ്യരിൽ ചിലർക്ക് മാത്രം വലുതായി കഴിഞ്ഞാലും പാല് ദഹിപ്പിക്കാനുള്ള കഴിവ് നിലനിർത്താൻ കഴിയുന്നത് എന്തുകൊണ്ട്? അതിൻ്റെ പിന്നിലുള്ള ജനറ്റിക്സ് എന്താണ്? നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുക എന്നതാണ് മാമൽസ് അഥവാ സസ്തനികളുടെ ഏറ്റവും വലിയ സവിശേഷത. അതായത് ഭക്ഷണമായി കഴിക്കാൻ വേണ്ടി തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വളരെ ചുരുക്കം ചില വസ്തുക്കളിൽ ഒന്നാണ് പാല്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ് എന്നിങ്ങനെയുള്ള പലതരം പോഷണങ്ങളും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പാലിനെ കംപ്ലീറ്റ് ഫുഡ് എന്നാണ് പലപ്പോഴും വിശേഷിപ്പിക്കാറ്. അതുകൊണ്ട് തന്നെ ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പാല് മാത്രം ഭക്ഷണമായിട്ട് കൊടുത്താൽ മതി. പാലിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാന പോഷണം ലാക്ടോസ് ആണ്. അതിൽ നിന്നാണ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഊർജം കിട്ടുന്നത്. ലാക്ടോസിന്റെ തന്മാത്രകൾ താരതമ്യേന വലുതായതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ ആഗിരണം ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല. അവിടെയാണ് ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്ടേസ് എന്ന എൻസൈമിന്റെ റോള് വരുന്നത്. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ഗ്ലൂക്കോസ്, ഗലാക്ടോസ് എന്നിങ്ങനെ 2 ചെറിയ ഘടകങ്ങളാക്കി തിരിക്കുന്നത് ലാക്ടേസ് എന്ന എൻസൈമാണ്. ചെറുകുടലിൽ വെച്ചാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത്. അങ്ങനെ കിട്ടുന്ന ഗ്ലൂക്കോസിനെയും ഗലാക്ടോസിനെയും ആഗിരണം ചെയ്യാനും അതുപയോഗിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനും ശരീരത്തിന് കഴിയും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാക്ടേസ് എന്ന എൻസൈം ഉണ്ടാക്കാനുള്ള കഴിവ് ജീവികൾക്ക് ചെറുപ്രായത്തിൽ മാത്രമേ ഉണ്ടാവൂ. വളർന്നു വരുമ്പോൾ മിക്ക ജീവികൾക്കും ആ കഴിവ് നഷ്ടപ്പെടും. അതോടുകൂടി പാലിലെ ലാക്ടോസ് ദഹിപ്പിക്കാനുള്ള കഴിവും നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ ദഹിക്കാത്ത ലാക്ടോസ് ചെറുകുടലിൽ നിന്നും വൻകുടലിലേക്ക് കടക്കും. അവിടെയുള്ള ബാക്ടീരിയകൾക്ക് ലാക്ടോസ് കിട്ടുന്നത് ലോട്ടറി അടിക്കുന്ന പോലെയാണ്. അവ അതിനെ ഫെർമെന്റ് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫെർമെന്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് നമുക്ക് വയറുവേദന, ഗ്യാസ്, ലൂസ് മോഷൻ, ബ്ലോട്ടിങ് എന്നിങ്ങനെയുള്ള ദഹനക്കേട് എന്ന് പൊതുവെ വിളിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. ഇങ്ങനെ ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും അതുമൂലം പാല് കഴിക്കുമ്പോൾ ദഹനക്കേട് പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്യുന്നതിനെയാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് വിളിക്കുന്നത്. മനുഷ്യനൊഴികെ ബാക്കിയുള്ള ജീവികൾക്ക് ഇതൊരു പ്രശ്നമല്ല. കാരണം അവയൊന്നും വലുതായി കഴിഞ്ഞ് പാല് കുടിക്കുന്നില്ല. ഇനി മനുഷ്യരുടെ കാര്യം എടുത്താലും ഏകദേശം ഒരു 12,000 വർഷം മുമ്പ് വരെ എല്ലാ മനുഷ്യർക്കും കുഞ്ഞുനാളിൽ മാത്രമേ ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നുള്ളൂ. വലുതാകുന്നതോടുകൂടി എല്ലാ മനുഷ്യരിലും ആ കഴിവ് നഷ്ടപ്പെടുമായിരുന്നു. 12,000 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ അന്ന് ഹണ്ടർ ഗാദറർ എന്നൊരു ജീവിത ശൈലിയാണ് മനുഷ്യർക്കുണ്ടായിരുന്നത്. അതായത് വേട്ടയാടിയും മരങ്ങളിൽ നിന്നും കിട്ടുന്ന പഴങ്ങൾ പറിച്ചു തിന്നും ജീവിച്ചിരുന്ന കാലം. കന്നുകാലികളെ വളർത്താനോ അവയുടെ പാല് കറക്കാനോ ഒന്നും അന്ന് തുടങ്ങിയിരുന്നില്ല. ആ സമയത്ത് കുഞ്ഞുനാളിലല്ലാതെ ആരും പാല് കുടിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് അന്ന് ഒരു പ്രശ്നമായിരുന്നില്ല. ലോകത്തിന്റെ പല ഭാഗത്തും ഹണ്ടർ ഗാദറർ എന്ന ജീവിതശൈലിയിൽ നിന്നും മനുഷ്യൻ മാറുന്നത് ഏകദേശം 10,000 മുതൽ 12,000 വർഷങ്ങൾക്കുള്ളിലാണ്. അന്ന് പ്രധാനമായും 2 തരം ജീവിത ശൈലികളാണ് പുതിയതായിട്ടുണ്ടായി വന്നത്. ഒന്ന് കൃഷി, 2 കന്നുകാലികളെ വളർത്തൽ. ഓരോ സ്ഥലത്തെയും ഭൂപ്രകൃതി അനുസരിച്ചാണ് ഈ ശൈലികൾ രൂപപ്പെട്ടു വന്നത്. കൃഷി കൂടുതലും ഡെവലപ്പ് ചെയ്തത് പുഴകളും ഫലഭൂയിഷ്ടമായ മണ്ണുമുള്ള സ്ഥലങ്ങളിലാണ്. കന്നുകാലി വളർത്തൽ കൂടുതലായിട്ട് രൂപപ്പെട്ടു വന്നത് മലഞ്ചെരുവിലും പുൽത്തകിടികളിലുമാണ്. അങ്ങനെ കന്നുകാലികളെ വളർത്തുന്ന ജീവിത ശൈലി സ്വീകരിച്ച ചില ഗ്രൂപ്പുകളിലാണ് ആദ്യമായിട്ട് ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് വലുതാകുമ്പോഴും നഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആളുകൾ രൂപപ്പെട്ടു വരുന്നത്.
ഈ ഒരു സ്വഭാവ സവിശേഷതയെ, അതായത് വലുതാകുമ്പോഴും ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നിലനിർത്തുന്നതിനെ ലാക്ടോസ് പെർസിസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. ഇനി വളരെ ചെറിയൊരു ജനവിഭാഗത്തിൽ മാത്രം ഈ ലാക്ടോസ് പെർസിസ്റ്റൻസ് എങ്ങനെ വന്നു എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത്. ലാക്ടേസ് എന്ന എൻസൈമാണ് ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യാൻ കാരണമാകുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ. കുഞ്ഞുനാളിൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാക്ടേസ് ഉണ്ടാക്കാനുള്ള ജീൻ നമ്മുടെ DNA ഉണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് വലുതാകുമ്പോൾ ആ ജീനിന്റെ പ്രവർത്തനം ഓഫായി പോവാണ് ഉണ്ടാവുന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ലാക്ടേസ് ഉണ്ടാക്കാൻ ആവശ്യമായ ജീനിനെ LCT ജീൻ എന്നാണ് വിളിക്കുന്നത്. അതുള്ളത് നമ്മുടെ 2ാമത്തെ ക്രോമസോമിലാണ്. എന്നാൽ ഈ ജീനിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് അതേ ക്രോമസോമിലെ തന്നെ കുറച്ച് ദൂരെ മാറിയുള്ള MCM6 എന്നൊരു ഏരിയയാണ്. കുഞ്ഞുനാളിലെ LCT ജീനിനെ ആക്ടിവേറ്റ് ആക്കുന്നതും അത് കഴിഞ്ഞ് വലുതാകുമ്പോൾ അതിനെ ഡീആക്ടിവേറ്റ് ആക്കുന്നതും ഈ MCM6 ഏരിയയിലുള്ള ചില DNA കോഡുകളാണ്. എന്നാൽ ലാക്ടോസ് പെർസിസ്റ്റന്റ് ആയ ആളുകളിൽ ഈ MCM6 ഏരിയയിലുള്ള ചില DNA കോഡുകളിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ളതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ATCG എന്നീ 4 അക്ഷരങ്ങൾ കൊണ്ടാണ് നമ്മുടെ DNA കോഡ് ചെയ്തിരിക്കുന്നത് എന്ന് മുൻപത്തെ വീഡിയോകളിൽ നമ്മൾ കണ്ടിരുന്നു. LCT ജീനിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 13,910 അക്ഷരങ്ങൾ മുമ്പിലായിട്ട് DNA കോഡിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത് C എന്ന അക്ഷരമാണ്. അതേ സ്ഥാനത്ത് സിക്ക് പകരം T എന്ന അക്ഷരം വരുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു മ്യൂട്ടേഷൻ. ഈ മ്യൂട്ടേഷനെ 13910*T എന്നാണ് വിളിക്കുന്നത്. നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ DNAയിൽ 13910*T എന്ന മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളർന്നു കഴിഞ്ഞാലും നമ്മുടെ ലാക്ടേസ് ഉണ്ടാക്കാനുള്ള ജീൻ ആക്റ്റീവായി തന്നെ ഇരിക്കും. അങ്ങനെയുള്ള മനുഷ്യരിൽ ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് വലുതായാലും നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. അഥവാ അത്തരം ആളുകൾ ലാക്ടോസ് പെർസിസ്റ്റന്റ് ആണ്. വേൾഡ് പോപ്പുലേഷനിൽ ആകെ 35% ആളുകളെ ലാക്ടോസ് പെർസിസ്റ്റന്റ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിൽ കൂടുതൽ ആളുകൾക്കും ഉള്ളത് ഈ പറഞ്ഞ 13910*T എന്ന മ്യൂട്ടേഷനാണ്. ഏകദേശം 7000 മുതൽ 10000 വർഷം മുമ്പ് സെൻട്രൽ യൂറോപ്പ്, അതായത് ഇന്നത്തെ ഹംഗറി, ഉക്രൈൻ ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഏരിയയിൽ കന്നുകാലികളെ മേച്ച് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളിലാണ് ഈ മ്യൂട്ടേഷൻ ആദ്യമായിട്ട് കണ്ടുവന്നത്. പിന്നീട് പലതരത്തിലുള്ള മൈഗ്രേഷൻ വഴിയും ഇന്റർ ബ്രീഡിംഗ് വഴിയും ഈ ഒരു ജീൻ പല ഏരിയയിലേക്കും കൈമാറപ്പെട്ടു. ഇന്ന് നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ യൂറോപ്പിലുള്ള ലാക്ടോസ് പെർസിസ്റ്റന്റ് ആയ ആളുകളിൽ 90% കണ്ടുവരുന്നത് ഈ ഒരു മ്യൂട്ടേഷനാണ്. പക്ഷേ ഇത് കൂടാതെ ലാക്ടോസ് പെർസിസ്റ്റൻസിന് കാരണമാകുന്ന വേറെയും ചില മ്യൂട്ടേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് മിഡിൽ ഈസ്റ്റിലും ഈസ്റ്റ് ആഫ്രിക്കയിലുമുള്ള ലാക്ടോസ് പെർസിസ്റ്റന്റ് ആളുകളിൽ കണ്ടുവരുന്നത് 13915*G എന്ന മ്യൂട്ടേഷനാണ്. അതിനർത്ഥം ഈ മ്യൂട്ടേഷൻ നേരത്തെ പറഞ്ഞ സെൻട്രൽ യൂറോപ്പിൽ നിന്നും പാരമ്പര്യമായി കൈമാറി വന്ന മ്യൂട്ടേഷൻ അല്ല. ഇത് വേറെ ഒരു ഗ്രൂപ്പ് ആളുകളിൽ സെപ്പറേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു വന്ന ഒരു മ്യൂട്ടേഷനാണ്. ഇത്തരത്തില് 14010*C, 13907*G എന്നിങ്ങനെ താരതമ്യേന വിരളമായിട്ട് കണ്ടുവരുന്ന ചില മ്യൂട്ടേഷൻസും ലാക്ടോസ് പെർസിസ്റ്റൻസിന് കാരണമായിട്ടുണ്ട്. ഇതൊക്കെ വേറെ വേറെ ഏരിയകളിൽ കന്നുകാലികളെ മേച്ച് സെറ്റിൽ ചെയ്തിരുന്ന ഗോത്രങ്ങളിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതായിരിക്കണം. എന്തായാലും നേരത്തെ പറഞ്ഞ 2ാമത്തെ ക്രോമസോമിലെ MCM6 ഏരിയയിൽ തന്നെയാണ് ഈ എല്ലാ മ്യൂട്ടേഷൻസും ഉള്ളത്. അവിടെയുള്ള DNA കോഡിലെ എത്രാമത്തെ അക്ഷരത്തിൽ വന്ന മാറ്റമാണ് എന്നതനുസരിച്ചാണ് ഈ ഒരു മ്യൂട്ടേഷന്റെ പേര് മാറുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു മ്യൂട്ടേഷൻ ആയാലും അത് ആദ്യം ഒരു ഗ്രൂപ്പിലെ അഥവാ ഒരു ഗോത്രത്തിലെ ഒരാൾക്കായിരിക്കും സംഭവിക്കുക. കുറച്ച് തലമുറകൾ കഴിയുമ്പോൾ ഈ മ്യൂട്ടേഷൻ കുറച്ച് അധികം ആളുകളിലേക്ക് പാരമ്പര്യമായിട്ട് കൈമാറും. അങ്ങനെയിരിക്കെ ഒരു ഫാമിൻ അഥവാ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാലം വന്നു എന്ന് വിചാരിക്കുക. അത്തരം അവസരങ്ങളിൽ ലാക്ടോസ് പെർസിസ്റ്റന്റ് ആയ ആളുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അവർക്ക് പാലിനെ ഒരു ഭക്ഷണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയും. എന്നാൽ ലാക്ടോസ് ഇൻടോളറൻ്റ് ആയ ആളുകൾക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ പഞ്ഞകാലം അവസാനിക്കുന്ന സമയത്ത് ആ ഗോത്രത്തിലെ 100 പേരെ സർവൈവ് ചെയ്തുള്ളൂ എങ്കിൽ അതിൽ ഒരു പക്ഷേ 70 പേരും ലാക്ടോസ് പെർസിസ്റ്റന്റ് ആയവരായിരിക്കും. ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിട്ടുള്ള 30 പേർക്കേ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആയിരക്കണക്കിന് വർഷം കഴിയുമ്പോൾ ആ ഒരു ഏരിയയിൽ ലാക്ടോസ് പെർസിസ്റ്റന്റ് ആയ ആളുകളുടെ എണ്ണം കൂടി വരും. അങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ജനറ്റിക് ട്രേറ്റിനെ പ്രകൃതി തന്നെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ മ്യൂട്ടേഷൻ എന്നത് ആർക്കും എപ്പോൾ വേണമെങ്കിലും റാൻഡം ആയിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്.
ഈ പറയുന്ന ലാക്ടോസ് പെർസിസ്റ്റൻസിന് സഹായകരമാവുന്ന മ്യൂട്ടേഷൻ പണ്ട് മനുഷ്യൻ ഹണ്ടർ ഗേദറായിട്ട് നടന്നിരുന്ന കാലത്തും ചിലർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ അന്ന് നമ്മൾ കന്നുകാലികളെ വളർത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മ്യൂട്ടേഷൻ സംഭവിച്ച ഒരു വ്യക്തിക്കോ അയാളുടെ സന്തതി പരമ്പരകൾക്കോ ഒരു പ്രത്യേക അഡ്വാൻറ്റേജും ആ സമയത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ട്രേറ്റ് അധികം വൈകാതെ തന്നെ പോപ്പുലേഷനിൽ നിന്നും മാഞ്ഞു പോയിട്ടുണ്ടാവും. ഇനി ഇതേ മ്യൂട്ടേഷൻ കൃഷി ചെയ്ത് നദികളുടെ കരയിൽ സെറ്റിലായ ആളുകളിലാണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ അവിടെയും അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് അനുഭവപ്പെട്ടു കൊള്ളണമെന്നില്ല. കാരണം അവിടെ പ്രധാന ജീവിതമാർഗം കൃഷിയാണ്, കന്നുകാലികളെ വളർത്തലല്ല. കന്നുകാലികളെ വളർത്തുന്നത് ജീവിതമാർഗമാക്കിയ ഗോത്രങ്ങളിൽ ഇത് സംഭവിച്ചപ്പോഴാണ് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുകയും കൂടുതൽ ആളുകളിലേക്ക് സ്പ്രെഡ് ആവുകയും ഒരു പ്രധാന ജനറ്റിക് ട്രെയ്റ്റ് ആയിട്ട് അത് മാറുകയും ചെയ്തത്. ആദ്യമൊക്കെ ചില സെലക്റ്റഡ് ഏരിയയിൽ ജീവിച്ചിരുന്ന ചില ഗോത്രങ്ങളിൽ മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നൊരു ട്രെയ്റ്റ് ആയിരുന്നുവെങ്കിലും ലാക്ടോസ് പെർസിസ്റ്റൻസിന് കാരണമാകുന്ന മ്യൂട്ടേഷൻ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തേക്കും സ്പ്രെഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ വേൾഡ് പോപ്പുലേഷന്റെ 35% പേർക്ക് ആ ട്രെയ്റ്റ് കിട്ടിയത്. പക്ഷേ ഇതിന്റെ റേഷ്യോ പല സ്ഥലങ്ങളിലും പല മാതിരിയാണുള്ളത്. നോർത്തേൺ യൂറോപ്പിലെ ഡെൻമാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ 90% ആളുകളും ലാക്ടോസ് പെർസിസ്റ്റന്റ് ആണ്. സ്വാഭാവികമായും ഡയറി പ്രോഡക്ട്സ് അഥവാ പാൽ ഉൽപ്പന്നങ്ങൾക്ക് വളരെ പേര് കേട്ട ഒരു സ്ഥലമാണ് ഡെൻമാർക്ക്. അതായത് ഒരു രാജ്യത്തിന്റെ സംസ്കാരവും സാമ്പത്തികവുമായ സ്വഭാവം തീരുമാനിക്കുന്നതിൽ അവിടുത്തെ ആളുകളുടെ ഇത്തരം ജനറ്റിക് ട്രെയ്റ്റുകൾക്ക് വലിയ പങ്കുണ്ട് എന്നർത്ഥം. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ലാക്ടോസ് പെർസിസ്റ്റന്റ് ആയ ആളുകളുടെ ശതമാനം താരതമ്യേന കൂടുതലാണ്. അവിടങ്ങളിൽ 30 മുതൽ 50% ആളുകൾക്ക് പാല് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. എന്നാൽ സൗത്ത് ഇന്ത്യയിലും ഈസ്റ്റ് ഇന്ത്യയിലും നോക്കിയാൽ ഇവിടെ 75 മുതൽ 85% ആളുകളും ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ്. അതായത് ഇവിടങ്ങളിൽ കൂടുതൽ ആളുകൾക്കും വലുതാകുമ്പോൾ ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നുണ്ട്. ഈ ഒരു വ്യത്യാസം ഈ രണ്ട് സ്ഥലങ്ങളിലെയും ഭക്ഷണ രീതികളിലും ആചാരാനുഷ്ഠാനങ്ങളിലും വളരെ നന്നായിട്ട് കാണാൻ കഴിയും. ഇനി ജപ്പാൻ, ചൈന, കൊറിയ പോലെയുള്ള സൗത്ത് ആൻഡ് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നാൽ അവിടെ 85% കൂടുതൽ ആളുകളും ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ്. വെറും 10 മുതൽ 15% ആളുകൾ മാത്രമേ പാല് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നിലനിർത്തുന്നുള്ളൂ. അത്തരം സ്ഥലങ്ങളിൽ പാല് കൊണ്ടുണ്ടാക്കിയ ഐസ്ക്രീം പോലെയുള്ള പ്രോഡക്ട്സിന് പോലും പോപ്പുലാരിറ്റി തീരെ കുറവാണ്. കേരളത്തിൽ 75% കൂടുതൽ ആളുകൾ ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ് എന്നാണ് ഒരു ഏകദേശ കണക്ക്. അപ്പോൾ നമ്മൾ ലാക്ടോസ് ഇൻടോളറൻ്റ് ആണോ പെർസിസ്റ്റൻ്റ് ആണോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് സ്വാഭാവികമായും ചിന്തിച്ചിട്ടുണ്ടാവും. പാല് കഴിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും ഓൾറെഡി ചിലർക്കെങ്കിലും അത് സ്വയമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതിനാവശ്യം ഗ്ലൂക്കോസ് ലെവൽ നോക്കുന്ന ഒരു മീറ്റർ മാത്രമാണ്. ആദ്യം നമ്മുടെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എത്രയാണെന്ന് നോക്കുക. ഭക്ഷണം കഴിച്ച് ഒരുപാട് സമയത്തിന് ശേഷം വേണം ഇത് നോക്കാൻ. അതിരാവിലെ നോക്കിയാൽ നന്ന്. ഇനി അതിനുശേഷം 2 ഗ്ലാസ് മധുരമിടാത്ത പാല് കുടിക്കുക. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യുക. അരമണിക്കൂറിന് ശേഷം ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ മറ്റു ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാൻ പാടില്ല. ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ പാല് കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ നല്ല പോലെ കൂടുന്നതായിട്ട് കാണാൻ കഴിയും. ഇല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവലിൽ കാര്യമായ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇനി അടുത്ത ചോദ്യം, ലാക്ടോസ് ഇൻടോളറൻ്റ് ആയ ഒരാൾ പാല് കഴിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചെറുകുടലിൽ വെച്ച് ലാക്ടോസ് ദഹിച്ചില്ലെങ്കിൽ വൻകുടലിൽ എത്തുമ്പോൾ അവിടെയുള്ള ബാക്ടീരിയ ഈ ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഫെർമെന്റേഷന്റെ ബൈ പ്രോഡക്ട്സ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഗ്യാസ്, വയറുവേദന, ലൂസ് മോഷൻ, ബ്ലോട്ടിംഗ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഇതുവഴി ഉണ്ടാവും. അതുകൊണ്ടാണ് ലാക്ടോസ് ഇൻടോളറൻ്റ് ആയ ആളുകൾ പാല് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത്. പക്ഷേ ചെറിയ അളവിൽ മറ്റു ഭക്ഷണങ്ങളുടെ കൂടെയായിട്ടാണ് നമ്മൾ പാല് കഴിക്കുന്നതെങ്കിൽ അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നല്ല പോലെ കുറയും. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പാലിലെ പ്രധാന പോഷണം ലാക്ടോസ് ആണെങ്കിലും അതുകൂടാതെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പലതരത്തിലുള്ള പ്രോട്ടീൻസും ഫാറ്റ്സും വൈറ്റമിൻസും മിനറൽസും ഒക്കെ പാലിലുണ്ട്. പാലിൽ ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്തില്ലെങ്കിലും മറ്റു പോഷണങ്ങളെ ദഹിപ്പിക്കാനും അബ്സോർബ് ചെയ്യാനുമുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. അതുകൊണ്ട് ലാക്ടോസ് ഇൻടോളറൻസിന്റെ ദോഷഫലങ്ങൾ ഒഴിവായി കിട്ടുകയാണെങ്കിൽ പാല് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണങ്ങളുണ്ട്. സാധാരണ പാല് ഫെർമെന്റ് ചെയ്ത് തൈരായി മാറുമ്പോൾ അതിൽ ലാക്ടോസ് ഏകദേശം പൂർണ്ണമായും ഇല്ലാതാവും. അതുകൊണ്ട് ഒരാൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടെങ്കിലും തൈര് കഴിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകാറില്ല. അത്തരത്തിൽ ലാക്ടോസിന്റെ അളവ് കുറവുള്ള പാലുൽപ്പന്നങ്ങൾ ലാക്ടോസ് ഇൻടോളറൻ്റ് ആയ ആളുകൾക്കും കഴിക്കാം. ഈ ഒരു വീഡിയോ വഴി ലാക്ടോസ് ഇൻടോളറൻസിനെ കുറിച്ചും
അതിന് കാരണമായ ജെനറ്റിക്സിനെ കുറിച്ചും ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. കഴിയുമെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് ഷെയർ ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.